ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീനിയർ ജോഷി വ്ളോഗ്സ്. അപ്പോൾ നമ്മളങ്ങനെ ഗോഡൗണിലെത്തി. ഗോഡൗണിലുള്ള വേസ്റ്റ് എല്ലാം കൂടി നമ്മൾ ആക്രിക്കടയിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി എസിൽ കയറ്റുവാണ്. ഗൈസ്, നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹൈവേ ആണ്. സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞ്, ഓഫീസ് ടൈം കഴിഞ്ഞിട്ടില്ല, സ്കൂൾ ടൈം കഴിഞ്ഞതുകൊണ്ട് ഹൈവേയിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത് നെറ്റിലോട്ട് കയറിയിരിക്കുകയാണ് നമ്മൾ. കുറച്ച് സമയം എടുത്തെങ്കിലും കുഴപ്പമില്ല. എയ്സിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട്. ലോഡുമായിട്ട് പോകാൻ വണ്ടിയായതുകൊണ്ടായിരിക്കും. ഗൈസ്, നമ്മളെ ലോഡ് ഭദ്രമായിട്ട് മേടിച്ച് തന്നെ ഇരിപ്പുണ്ട്. ഒരു പാണ്ടിൽ ലോറിയൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ഓണടിച്ച് വഴി മാറും. പക്ഷെ അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെല്ലാ റൂൾസും അനുസരിച്ചാണ് പോകുന്നത്. ഗൈസ്, വീട്ടിലൊരു കണ്ട പൂത്ത് കൊലിച്ച് നിൽക്കുന്നു പൂക്കൾ. ഞാൻ എന്നും ഇതുവഴി പോകുമ്പോൾ നോക്കാറുണ്ട് വീട് പൂവും. ഒരുപാട് തെങ്ങുകളുള്ള സ്ഥലമാണ് നമ്മുടെ പോരാണി. അഡ്വഞ്ചറസ് ആയിട്ട് ചേച്ചി ഓടിക്കുന്നുണ്ട്. ഒരു സ്ത്രീകളും മുതിരാത്ത കാര്യങ്ങൾക്കാണ് ഇത് ചേച്ചി മുതിരുന്നത്. എല്ലാം നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അതെ, ഒരു കാര്യം നമ്മളെ കൂടി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ട്, അതാണ് നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിലെടുത്ത് കളയുന്നത്. മറ്റുള്ള ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. അത് ആ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. അതെ ഗൈസ്, അതെ, നമ്മളിതിന് ശക്തമായി പ്രതിഷേധിക്കുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ടാർപ്പിടാൻ. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ആക്രിക്കടയിൽ. ഗൈസ്, എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്? ആക്രിക്കട. രേവതി അടിച്ചോളി കാണിച്ചോടെ. രേവതി അടിച്ചോടെ റിച്ച് പീപ്പിൾസിന്റെ, ഒള്ളി റിച്ച് പീപ്പിൾസ്, ഓക്കെ, റിച്ച് പീപ്പിൾസിന്റെ റിസപ്ഷനും കല്യാണം ഒക്കെ നടക്കുന്ന സ്ഥലമാണ് രേവതി ഓഡിറ്റോറിയം. അതിനടുത്തായിട്ടാണ് നമ്മുടെ ആക്രിക്കട വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയാം, ഒരുപാട് ആക്രിക്കട ഇവിടെ കുറെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, താനിതെങ്ങാട്ടോ. ഓക്കെ ഗൈസ്, നോക്കൂ, ഈ റോഡെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയതാണ്. എങ്കിൽ പോലും ചേച്ചി നല്ലോണം ഒട്ടിക്കുന്നുണ്ട്. ഐ പ്രൗഡ് ഓഫ് യു. കുറച്ച് ബുദ്ധിമുട്ടേറിയതാണെന്ന് വീണ്ടും വീണ്ടും ചേച്ചി തെളിയിക്കുകയാണ്. റിവേഴ്സ് ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആക്രിക്കാരൻ പേടിച്ചു പോകുന്നുണ്ട്. എന്ത് വണ്ടി കിടക്കണം. ആക്രിക്കാരൻ പേടിച്ചു പോയി. എങ്ങനെ നെഞ്ചത്തോട്ട് കേട്ടു. ചേച്ചിനെ അറിയാമോ? പെണ്ണായിട്ട് ഞാൻ മാത്രം ഇങ്ങനെ വരാം. തോനിയും സാധനങ്ങളുള്ള വണ്ടിയാണ്. അങ്ങനെ ഇത് പോവുകയാണ് ഗൈസ്. കുറച്ചധികം ഉണ്ട് ഇതില്. ഗൈസ്, നമ്മളിതാ രേവതി ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. കാര്യം മക്കള് ബസ് വരാറായി. ഒരു ബസ് വന്നുകൊണ്ടിരിക്കുന്നില്ല. ബസ് പോലും ഒരു ബസ്സിനെ തോന്നി. അപ്പോൾ ബസ് വരികയാണ്. അപ്പോൾ മക്കളെ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് എയ്സിൽ കയറ്റണം. അപ്പോൾ അക്കൂടെ ഒന്ന് നടന്നായിരിക്കും ചിലപ്പോൾ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം മക്കൾക്ക് വേണ്ടി. ഇനി മക്കൾ നിൽക്കണം. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ഓടി ഓടി ചെയ്യുന്നതെന്ന്. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് വേവിച്ച് തിന്ന് സുഖിച്ച് കിടന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഓടി ഓടി ഓരോന്നും ചെയ്യുന്നത്. പിള്ളേർ വന്നിട്ടുണ്ട്. ജോക്കുട്ടാ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രമാദം. സ്കൂൾ വന്നതിന് ശേഷമുള്ള ഇത് പറയുകയാണ് ഗൈസ്. ഗൈസ്, നമ്മൾ ക്രോസ് ചെയ്യണം ഗൈസ്, അഡ്വഞ്ചറസ് ആയിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ കുട്ടികളുമായിട്ട് അങ്ങനെ ആക്രിക്കടയിലോട്ട് നടക്കുകയാണ് ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മുടെ രേവതി ഓഡിറ്റോറിയം. ഒരുപാടൊന്നും കാണിക്കുന്നില്ല, കാരണം ഗൈസ് പിള്ളേരെയും കൊണ്ട് പോവുകയാണ് ചേച്ചി. ജൂലുവിൻ്റെ കാലിലുള്ള പാൻറ്റ് നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട. ജൂലുവിൻ്റെ ബ്രേക്ക് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പാൻറ്റൊക്കെ ഇട്ടിരിക്കുന്നത് യൂണിഫോമിൻ്റെ കൂടെ. നേരത്തെ നമ്മൾ കണ്ട പിക്കപ്പ് കണ്ട ഇപ്പം ഒഴിഞ്ഞു പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ നമ്മളെ പിക്കപ്പ് കയറ്റാനുള്ള ബേസ് കയറ്റാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. സോ നമ്മൾ ലോഡ് കയറ്റാൻ പോവുകയാണ് ഗൈസ്. മഴ പെയ്യുന്നുണ്ട്. മൂട്ടിൽ തീയിട്ട പോലെ ചേച്ചി ഓടുന്നുണ്ട് മഴ. നിങ്ങൾ കയറ്.
ഗൈസ് ചേച്ചി വളക്കുകയാണ് അഡ്വഞ്ചറസ് ആയിട്ട്. ഇങ്ങനെ നമ്മൾ കയറ്റി ഒരുപാട് കയറ്റണം. അവർ തന്നെ ചവറുകളൊക്കെ എടുത്തോളും. ആ കയറ് കയറ്. ഗൈസ് അവർ ഗൈഡ് കൊടുക്കുകയാണ് ചേച്ചിക്ക് വണ്ടി കയറ്റാനും ഇറക്കാനും ഒക്കെ. ചേച്ചി ഒരു മയം ഇല്ലാതെ അങ്ങ് ചന്ന പിന്നെ ഓട്ടിക്കുകയാണ് ഗൈസ്. അവർ പേടിച്ചു പോയി, കാരണം അവരെ കടയൊക്കെ തല്ലി തകർക്കുമല്ലോ. അതുകൊണ്ടാണ് ഗൈസ് കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ് ഇതൊക്കെ. ലാസ്റ്റ് അങ്ങനെ ചേച്ചി കൊണ്ടിട്ടിരിക്കുകയാണ് വണ്ടി. ഇനി അവര് ചാക്കൊക്കെ ആയിട്ട് വന്ന് നമ്മളെ ലോഡ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഫോട്ടോ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ ഇടണ്ടെങ്കിൽ ഇടൂല. അല്ല, എങ്ങനെയാണ് ഇതൊക്കെ ആക്രിക്കടയിൽ എടുക്കുന്നൊക്കെ ഒന്ന് കാണിക്കാൻ. ഇതൊന്നും അറിഞ്ഞൂടല്ലോ ആർക്കും. ഗൈസ് അങ്ങനെ നമ്മളെ ഹരിതാവും പച്ചപ്പിലോട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു മാറ്റുകളും വണ്ടിയും കൊണ്ട് വന്നിരുന്നിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ പാൽ സൊസൈറ്റി നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ വാർവളാകത്ത് വന്നാൽ മതി. വാർവളാകത്ത് ക്ഷേത്രത്തിന് പുറകെ നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ചിലപ്പോൾ തോന്നുന്നു നമ്മളിപ്പോൾ ഓടെ വീഴൂലെന്നൊക്കെ. പിള്ളേരൊക്കെ പേടിച്ച് ജീവനം കൊണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ട്. സന്ധ്യാന്റിയുടെ വീടിന്റെ മതിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ അവസാനം നമ്മൾ ചേച്ചിയുടെ വീട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ജോക്കുട്ട ഒന്ന് വീഴാൻ പോയി. അതിന്റെ ചമ്മൽ ജോക്കിന്റെ മുഖത്ത് നല്ലോണം കാണുന്നുണ്ട് ഗൈസ്. ചേച്ചി വളച്ചിടാൻ പോവുകയാണ് ഗൈസ്. കാടും മടലും ഒക്കെ ചവിട്ടിക്കുളന്നാണ് ചേച്ചി പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. മക്കൾ ഉച്ചയ്ക്ക് ഇഡ്ഡലി സാമ്പാറും കഴിച്ചത് കൊണ്ടായിരിക്കും അവർക്ക് വന്നപ്പോഴേ നല്ല വിശപ്പെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാഴ്സൽ ഒരു ഊണ് മേടിച്ചുകൊണ്ട് വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഊണെടുത്ത് കൊടുത്തു. ജോക്കുട്ടനും ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ കഴിക്കുകയാണ്. ആ കാലിൽ കിടക്കുന്ന വെള്ളം പോലത്തെ സാധനം ചേച്ചിയുടെ സ്വീറ്റ് ഹാർട്ടിന്റെ ചെരുപ്പാണ്. ചേച്ചി തൂത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് ഇന്റർലോക്കൊക്കെ. വാവ്, അമേസിങ്. പളപ്പള വെട്ടിത്തിളങ്ങുന്നു ഇന്റർലോക്കൊക്കെ. നിങ്ങളെ വീട്ടിലും ഇതുപോലുള്ള അരളിയൊക്കെ ഉണ്ടോ? അതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. തുളസി തൂത്ത് ചേച്ചി ഇതാ തീരാറായി. ഷീ സോ ഫാസ്റ്റ്. എൻ്റെ തിന്ന് എൻ്റെ ഗുഡ് വഴിയാണ് വെക്കാറ് ഒന്ന്. പിന്നെ അവളെ ഇടവേളകൾ സന്തോഷകരമാക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തീറ്റി നടക്കുന്നുണ്ട്. ആ വായിൽ നിറച്ച് കെലോക്സ് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി ജോക്കുട്ടിനെ ട്യൂഷനിലോട്ട് പോകാനിരിക്കുകയാണ്. ജോക്കുട്ട് അവിടെ നിന്ന് പല ഭാവങ്ങളും കാണിക്കുന്നുണ്ട്. ജോക്കുട്ട് ഇതുപോലെയുള്ള വെറൈറ്റി സാധനങ്ങൾ കാണിക്കുകയും ജോക്കുട്ട നല്ല ഒരുങ്ങി നല്ല സുന്ദര കുട്ടപ്പനായി പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഗൈസ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ കുറച്ചുകൂടി അധികം കാണിക്കും. ജോക്കുട്ട ടാറ്റാ. അങ്ങനെ ജൂല് പിണങ്ങി ട്യൂഷന് പോവുകയാണ്. ജൂല് നോക്ക് ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് ഗോഡൗൺ ആണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സെക്കൻഡ് ട്രിപ്പ് കൊണ്ടുപോവുകയാണ്. ആവശ്യം കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ ആക്രിക്കടയിലേക്ക്. ഇപ്രാവശ്യം നമ്മളവിടെ പിള്ളേരില്ല. പിള്ളേർ രണ്ടുപേരും ട്യൂഷനാക്കിയിരിക്കുകയാണ് നമ്മൾ. ചേച്ചി ആക്രിക്കടയിൽ അവരെ കൂടെ വന്ന് സഹായിക്കുകയാണ്.
ചേച്ചിയും അവരിൽ ഒരാളെ പോലെ നിന്ന് സഹായിക്കുകയാണ്. അത്രയും വിശാല മനസ്കതയുള്ളൊരു സ്ത്രീയാണ്. എന്തോന്ന് പെട്ടെന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം എന്നുള്ളൊരിത് വെച്ച് ചേച്ചിയും ജോലി ചെയ്യാൻ തുടങ്ങി അവരോടൊപ്പം. ഗൈസ്, അങ്ങനെ നമ്മൾ ഏസ് തിരിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. ഹയമ്മ ഹയമ്മ. അങ്ങനെ ഇന്നത്തെ പണി തീർന്നിരിക്കുന്നു. ഇനി ഞാൻ അക്കുവിനെ തിരിച്ച് മുടവെടുത്തോണ്ടാക്കുകയാണ്. എനിക്ക് കട തൂക്കാനും കൂടെ ഉണ്ട്. തൂത്തിട്ടാലേ കട നല്ല വൃത്തിയാവുള്ളൂ. ഇപ്പം ചവറെല്ലാം മാറി, പക്ഷെ തൂക്കാനുള്ള സമയമൊന്നും ഇനിയില്ല. കാര്യം തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റാവും. എന്തായാലും മുടവെടുത്ത് പോയിട്ട് തിരിച്ചു വരാനായിട്ട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് എന്തായാലും വേണം. അപ്പോഴത്തേക്ക് മക്കൾ ട്യൂഷൻ കഴിയും. അപ്പോൾ അവരെ വിളിച്ചിട്ട് പിന്നെ വീട്ടിൽ വരണം. അപ്പോഴത്തേക്ക് ഇരുട്ടും 7 മണിയാവും. അതുകൊണ്ട് അപ്പോൾ ഇതാണ് മുടവുറത്ത് എൻ്റെ സ്ഥലം. ഇവിടെയാണ് അക്കുവിനെ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അക്കുവിൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ട്. അക്കുവിൻ്റെ വീട്ടിൽ കയറുന്നൊരു ഗേറ്റാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ യെല്ലോ ഗേറ്റ്. അങ്ങനെ അക്കു ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ 7 മണിയായി. മക്കളെ ട്യൂഷനും വിളിച്ചിട്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാര്യം ഇനിയും കുറച്ച് ജോലികളൊക്കെ ഇനി ബാക്കിയുണ്ട്. നാളെ 1-ാം തീയതി ആയതുകൊണ്ട് ഇനി വീടൊന്ന് തുടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വിളക്ക് തേച്ച് വെക്കണം. ഇനിയിപ്പോൾ വൈകിട്ട് എനിക്ക് കത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ എന്തായാലും കത്തിക്കണം. അപ്പോൾ അതിനായിട്ട് വിളക്ക് തേച്ച് വെക്കണം. ബാക്കിലെ മുറ്റം രാത്രിയായി, എന്നാലും ബാക്കിലെ മുറ്റം ഞാൻ തൂത്തില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.